പാപ്പൽ കോൺക്ലേവ് എന്ന സമ്മേളനം നടത്തിയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുക. ഇതിൽ 80 വയസ്സിൽ താഴെയുള്ള 135 കർദിനാളുകൾ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കും. അങ്ങനെ 1.4 ബില്യൺ അംഗങ്ങളുള്ള സഭയുടെ അടുത്ത പരമോന്നത നേതാവ് ആരാണെന്ന് തീരുമാനമാകും. സാധാരണഗതിയിൽ പോപ്പ് കാലം ചെയ്ത് 2-3 ആഴ്ച കഴിഞ്ഞാണ് പാപ്പൽ കോൺക്ലേവ് നടക്കുക. 2013 ബെനഡിക്റ്റ് 16 രാജിവെച്ച് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് കോൺക്ലേവ് തുടങ്ങിയത്. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ 3-2 ഭൂരിപക്ഷം വേണം. ഒരു റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ സമവായമായില്ലെങ്കിൽ ആ ബാലറ്റുകൾ കത്തിക്കും. Mi colpisce in questo momento quanto l'Apostolo ci dice. Nel cuore inquietudine e mi pare di scorgervi una domanda. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയിലൂടെ കറുത്ത പുക പുറത്തു വരും. ടെലിവിഷനിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും തിരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നവർക്കുള്ള സന്ദേശമാണത്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ അതിലേറെയും നീണ്ടുപോയേക്കാം. അങ്ങനെ ചരിത്രവുമുണ്ട്. വോട്ടെടുപ്പിനൊടുവിൽ ഒരു കർദിനാളിന് 3-2 ഭൂരിപക്ഷം ലഭിച്ചാൽ സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ കൂടി വെളുത്ത പുക ഉയരും. ലോകമെങ്ങും കാത്തിരുന്ന വിശ്വാസികൾക്ക് ആശ്വാസവും ആഹ്ലാദവും പ്രതീക്ഷയും പകരുന്ന നിമിഷം. ഇതിനുശേഷം പുതിയ മാർപ്പാപ്പയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.